ഇനിയെന്നു നമ്മൾ പഠിക്കും നീതി നിയമങ്ങളെന്തിനു വേണ്ടി? ഇനിയെന്നു നമ്മൾ പഠിക്കും നീതി നിയമങ്ങളെന്തിനു വേണ്ടി? മരണത്തെ കാത്തിരിക്കുന്നെന്നുമേ നീതി ദേവത കൺകെട്ടഴിച്ചിടുവാൻ. ഇനിയെന്നു നമ്മൾ പഠിക്കും നീതി നിയമങ്ങളെന്തിനു വേണ്ടി? സ്കൂള് വിട്ടോടുന്ന കുട്ടിക്കു പിന്നാലെ പിടിച്ചോടുന്ന പട്ടിയുണ്ട്. കുട്ടിയെ പട്ടി കടിച്ചു വലിച്ചെന്ന് പട്ടി പിടുത്തം തുടങ്ങും അവർ. 2 ദിവസം കഴിഞ്ഞാലതു നിർത്തി പട്ടിക്കു കൂട് പണിതിടുന്നു. ഇനിയെന്നു നമ്മൾ പഠിക്കും നീതി നിയമങ്ങളെന്തിനു വേണ്ടി? കുട്ടികൾ പോകുന്ന ബസ്സൊന്നുമറിയണം, സ്കൂളിന്റെ ജാതകമൊത്തമറിയാൻ. വണ്ടിക്കു ലൈസൻസ്, ഡ്രൈവർക്കു ലൈസൻസ്, സ്കൂളിനെ ലൈസൻസു ഇല്ല പോലും. ഇനിയെന്നു നമ്മൾ പഠിക്കും നീതി നിയമങ്ങളെന്തിനു വേണ്ടി? കാട്ടിലെ പന്നി ഇറങ്ങി നാട്ടിൽ ഒരു പാവത്തെ കുത്തി മലർത്തി. ചോദിക്കുവാനാരുമില്ലാത്ത പാവമോ ചത്തു മലച്ചു കിടന്നു. കാട്ടിലെ പന്നിയെ കൊന്നു കറി വെച്ച ക്രൂരനെ ക്രൂരമായി ജയിലിലിട്ടു. പന്നിയെ കൊല്ലാൻ നിയമമില്ല, ചത്ത മനുഷ്യനു പന്നിയുടെ വിലയുമില്ല. ഇനിയെന്നു നമ്മൾ പഠിക്കും നീതി നിയമങ്ങളെന്തിനു വേണ്ടി? ചക്കയുടെ മാങ്ങയുടെ അരിയുടെയും പേരിലായ ആനകൾ കാട്ടിലുണ്ട്. എത്രയോ പാവങ്ങളെ കൊന്ന ഇവയൊക്കെ താരമായി നാട്ടിൽ വിലസിടുന്നു. ആനകൾ കുത്തിയും കീറിയും കൊന്ന മനുഷ്യന്റെ പേരാരു ഓർത്തിടുന്നു. ഇനിയെന്നു നമ്മൾ പഠിക്കും നീതി നിയമങ്ങളെന്തിനു വേണ്ടി? ശവങ്ങളരിഞ്ഞു നിറച്ചൊരു കമ്പിലായി ചൂട് കയറ്റുമ്പോൾ ഷവർമ്മ കഴിച്ചു കഴിഞ്ഞു വീട്ടിൽ തിരിച്ചെത്തിയ വർമ്മ കിടന്നു ശവമായി. 2 നാൾ നാട്ടിലെ ഹോട്ടലിൽ കേറി നിരങ്ങി കൂറെ നാടകക്കാർ. ആഴ്ചകൾ പൂട്ടിയ ഹോട്ടൽ തുറന്നു വിളമ്പി പിന്നെയും ശവങ്ങൾ. ഇനിയെന്നു നമ്മൾ പഠിക്കും നീതി നിയമങ്ങളെന്തിനു വേണ്ടി? ഉല്ലാസയാത്രയ്ക്ക് ബോട്ടു പിടിച്ച കുടുംബം അനാഥമായല്ലോ. 30 പേരെ കയറ്റേണ്ട ബോട്ടിൽ അവർ 60 പേരെ കയറ്റി. കായലിനൊത്ത നടുവിലെത്തുന്നു, മറിഞ്ഞു മരിച്ചേറയാളും. ഉണരുന്ന നിയമങ്ങളോടുന്നു ബോട്ടിന്റെ മുതലാളിയെ പിടിക്കാൻ. 10 നാൾ കത്തുന്ന വാർത്തയ്ക്കൊടുവിലായി നീതി ഉറങ്ങുവാൻ പോയി. ഇനിയെന്നു നമ്മൾ പഠിക്കും നീതി നിയമങ്ങളെന്തിനു വേണ്ടി? കൈക്കൂലി വാങ്ങുന്ന കള്ളന് പേടിയില്ലെന്നീ നിയമങ്ങളെ. കൈക്കൂലി നൽകുവാനാവതില്ലാതെ മരിച്ച ജന്മങ്ങളെത്ര. ഇനിയെന്നു നമ്മൾ പഠിക്കും നീതി നിയമങ്ങളെന്തിനു വേണ്ടി? ജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന ജീവിയെ പൊന്നുപോൽ നോക്കിടുന്നു. ജീവിക്കുവാനൊരു നുള്ളരി മോഷ്ടിച്ച ജീവനെ കൊന്നങ്ങു തള്ളിടുന്നു. ഇനിയെന്നു നമ്മൾ പഠിക്കും നീതി നിയമങ്ങളെന്തിനു വേണ്ടി? ജാതി പറഞ്ഞും മതം പറഞ്ഞും പിന്നെ രാഷ്ട്രീയ ചേരിതിരിവും. വളരുവാനാവാതെ മുരടിച്ച ജന്മമായി നാം ഒരുക്കുന്നു ശവക്കല്ലറ. ജാതി പറഞ്ഞും മതം പറഞ്ഞും പിന്നെ രാഷ്ട്രീയ ചേരിതിരിവും.
വളരുവാനാകാതെ മുരടിച്ച ജന്മമായി നാം ഒരുക്കുന്നു ശവക്കല്ലറ. ഇനിയെന്നു നമ്മൾ പഠിക്കും നീതി നിയമങ്ങളെന്തിനു വേണ്ടി? ഇനിയെന്നു നമ്മൾ പഠിക്കും നീതി നിയമങ്ങളെന്തിനു വേണ്ടി?